എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇലക്ട്രിസിറ്റി കണക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനെ കുറിച്ചാണ്. അതായത് ഗ്രിഡിൽ അല്ലെങ്കിൽ നമ്മുടെ KEBയിൽ നിന്നും വരുന്ന കണക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഗ്രിഡ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കണക്ഷനാണ് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മളുടെ വീടുകളിലുള്ള ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ ചൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു ലോഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് 3 ഫേസ് കണക്ഷനും, ചെറിയ ലോഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ സിംഗിൾ ഫേസ് കണക്ഷനുമാണ് ആവശ്യം. അങ്ങനെ രണ്ട് തരത്തിലുള്ള കണക്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കണക്ഷനിൽ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് 3 ഫേസ് കണക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ 3 ഫേസ് കണക്ഷൻ ഉള്ളവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം 10,000 വാട്ട്സിന് താഴെയുള്ളത് വരെയൊക്കെയാണ് നമ്മളൊരു വീടിന് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാവരും ഇപ്പോഴുള്ള ഹോം അപ്ലയൻസുകളെല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ ഏകദേശം 10,000 വാട്ട്സിൽ വരെ എത്താവുന്ന രീതിയിലാണ് ലോഡ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ചുള്ള 3 ഫേസ് കണക്ഷൻ വാങ്ങുന്നത്. അപ്പോൾ 3 ഫേസ് കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 5,000 വാട്ട്സിന് മുകളിലും, വീടിനാണെങ്കിൽ 10,000 വാട്ട്സിന് താഴെയുമാണ് വേണ്ടത്. വീടിന് 10,000 വാട്ട്സിന് മുകളിലുള്ളവർക്കും 3 ഫേസ് കണക്ഷൻ കിട്ടും. പക്ഷേ അത് ചാർജ് കൂടുതലും ബൈ മന്ത് എന്നുള്ളത് മന്ത്ലി എന്നുള്ള ബില്ലിങ്ങുമായി മാറും. അപ്പോൾ നമ്മൾ നോർമലി ഉള്ള 3 ഫേസ് കണക്ഷൻ ഏതായിരുന്നാലും ആ കണക്ഷനിൽ വരുന്ന ചെറിയൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സാധാരണഗതിയിൽ നമ്മളൊരു കണക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണക്ഷൻ നമ്മൾക്ക് തരുന്നത് KEB ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ KEBയിൽ നിന്നുള്ള കണക്ഷൻ തരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വയർ ചെയ്തിരിക്കുന്നത് കോപ്പർ വയറാണെങ്കിലും കണക്ഷൻ തരുവാനായിട്ട് അവർ കൊണ്ടുവരുന്നത് അലൂമിനിയം വയറാണ്. അപ്പോൾ അലൂമിനിയം സിംഗിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പിയുള്ള, ഏകദേശം ഇത്തിരി വണ്ണമൊക്കെ ഉള്ള കമ്പിയാണ്. ആ ഒരു കമ്പിയുള്ള വയറാണ് ഒരു വയറിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ 2 വയറുകൾ വരുന്നു, 2 കമ്പിയുള്ള വയർ വരുന്നു. അത് നമ്മുടെ വാട്ടർ മീറ്ററിൽ ഘടിപ്പിച്ചിട്ട് നേരെ പോസ്റ്റിലോട്ടുള്ള കമ്പികളിലോട്ട് വൈൻഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അവിടെയും അലൂമിനിയത്തിൻ്റെ വലിയ കമ്പികളാണ് വന്നിരിക്കുന്നത്. അതിലാണ് നമ്മളുടെ മീറ്ററിൽ നിന്നുള്ള ചെറിയ കമ്പി ചുറ്റി വെക്കുന്നത്. അപ്പോൾ അലൂമിനിയം ആകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൽ ക്ലാവ് പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ റസ്റ്റ് പിടിക്കുന്ന. സാധാരണ ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു പ്രക്രിയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ KEBക്കാരെ അറിയിക്കുമ്പോൾ അവർ വന്ന് സാധാരണ അത് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് വൈൻഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, 3 ഫേസ് ഉള്ളവർക്ക് 3 ഫേസുകൾ വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണക്ഷനാണ് ന്യൂട്രൽ കണക്ഷൻ. അപ്പോൾ ഈ ന്യൂട്രൽ കണക്ഷനും 3 ഫേസും വന്നിട്ടാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ലോഡും അതിൽ ഈക്വലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ 3 ഫേസ് കണക്ഷൻ ആക്റ്റീവായിരിക്കുമ്പോൾ ആ ന്യൂട്രൽ ലൈൻ വിട്ടുപോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ന്യൂട്രൽ കണക്ഷൻ പോസ്റ്റിൽ നിന്നെങ്ങാനും മിസ്സായി, ഇല്ലെങ്കിൽ റസ്റ്റ് പിടിച്ചോ ക്ലാവ് പിടിച്ചോ നമുക്ക് കിട്ടാണ്ടായി, ഇങ്ങനെ ലൂസ് കോണ്ടാക്റ്റ് വന്ന് അത് കിട്ടാണ്ടായി, ആ ഒരു അവസരത്തിൽ നമുക്കിവിടെ ലോഡുകളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ന്യൂട്രൽ കണക്ഷൻ കിട്ടാണ്ടാവുമ്പോൾ ഈ 3 ഫേസ് തമ്മിൽ ഷെയർ ചെയ്തിട്ട് ന്യൂട്രലിന് പകരം ആക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ആക്ച്വലി ഉള്ള ഒരു വോൾട്ടേജ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ലൈനിൽ ഹൈ വോൾട്ടേജും ഒരു ലൈനിൽ ലോ വോൾട്ടേജും, അങ്ങനെ ഒരു സീരിയസ് കണക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ വീടുകളിലുള്ള അപ്ലയൻസുകളെല്ലാം 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 2 ഫേസുകൾ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 415 വോൾട്ടായി. അപ്പോൾ ഹൈ വോൾട്ടേജ് വന്നു. സാധാരണ നമ്മുടെ വീടുകളിലുള്ള ഉപകരണങ്ങൾ 230 വോൾട്ടിലായതുകൊണ്ട് അതിന് മുകളിലുള്ള വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ അപ്ലയൻസ് ഡാമേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ അത് കത്തിപ്പോകുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്, നമ്മളുടെ കയ്യിലൊരു ലൈൻ ടെസ്റ്റർ ഉണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് അവിടെ ഒരു 3 ഫേസിൻ്റെ ഐസൊലേറ്റർ സ്വിച്ച്, അതായത് മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ RCCBയോ റെസിഡൻഷ്യൽ സർക്യൂട്ട് ബ്രേക്കറോ ഉണ്ടാകും. അപ്പോൾ ഇതിൽ 4 കണക്ഷനാണ് ഉണ്ടാകുന്നത്, 4 ടെർമിനൽ. അപ്പോൾ 4 ടെർമിനലിൽ 3 ടെർമിനലിൽ ഓരോ ഫേസ് വെച്ചിട്ട് 3 ഫേസും ഒരു ടെർമിനലിൽ ന്യൂട്രൽ ലൈനുമായിരിക്കുള്ളൂ. അതായത് കോമൺ സപ്പോർട്ട് ചെയ്യുന്ന ലൈനാണത്. അപ്പോൾ ഈ ന്യൂട്രൽ ലൈൻ നമുക്കിപ്പോൾ ലൈൻ ടെസ്റ്റർ വെച്ച് നോക്കിയാൽ ന്യൂട്രലിൽ ഈ ടെസ്റ്റർ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് ഉണ്ട്, അത് തെളിയാറില്ല, അത് തെളിയാൻ പാടില്ല, എന്നാലേ ആ ന്യൂട്രൽ പവർഫുൾ ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ന്യൂട്രൽ സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ
3 ഫേസിലും ടെസ്റ്റർ കത്തുന്നുണ്ട്, ന്യൂട്രൽ ആ ലൈനിലും ടെസ്റ്റർ ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ ന്യൂട്രൽ ലൈൻ മിസ്സായിട്ടുണ്ട്. നമ്മൾ ഉടനെ ചെയ്യേണ്ടത് നമ്മൾ ഉടനെ ചെയ്യാവുന്നത്, ഇല്ലെങ്കിൽ ആ മിസ്സായ അവസരത്തിൽ നമ്മുടെ വീടുകളിലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലോട്ടുള്ള സകല വൈദ്യുതിയും കിട്ടാണ്ടാവും. അപ്പോൾ ഈ സെയിം പ്രക്രിയ നമ്മൾ മീറ്റർ ബോക്സിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മീറ്ററിൻ്റെ ടെർമിനലിൽ ഇങ്ങനെ ടെസ്റ്റർ വെച്ച് നോക്കി കഴിഞ്ഞാലും എല്ലാ ടെർമിനലിലും ടെസ്റ്ററിൻ്റെ ബൾബ് തെളിയുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ RCCB ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ പവർ ഉണ്ടാകില്ല, പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കാനായിട്ട് ഇത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഇൻവെർട്ടറുകളുണ്ട്, അതായത് ഇലക്ട്രോണിക് ജനറേറ്ററുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ ലൈറ്റും കാര്യങ്ങളും നടക്കും. പക്ഷേ പവറായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഫ്രിഡ്ജ്, അതേപോലെയുള്ള കുറച്ച് സാധനങ്ങൾ, AC, അങ്ങനെ ഉള്ള വീട്ടിലുള്ള വലിയ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. കാരണം അതിനൊക്കെ ഹെവി ലോഡ് വരുന്നതുകൊണ്ട് നമ്മൾ നേരിട്ട് കറണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അതിനുതകുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ജെൻസെറ്റ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടുക നമ്മളുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പെട്ടെന്നുള്ളൊരു മാർഗ്ഗമാണ്. സാധാരണ ELCB ഒക്കെ ഉള്ളിടത്ത് ഇത് ട്രിപ്പാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ELCBകളൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അത് ട്രിപ്പാകലൊക്കെ കാര്യമായിട്ട് നടക്കില്ല. അങ്ങനെയുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതും കൂടി ഇല്ലാത്തൊരവസരത്തിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. നോർമലി ELCB ആക്റ്റീവ് ആണെങ്കിൽ, അതായത് എപ്പോഴും ഇത് വർക്ക് ചെയ്യുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈൻ കയറി പോയാൽ തന്നെ അപ്പോൾ തന്നെ ഇത് ഓഫാക്കി കളയും. അപ്പോൾ ELCB എപ്പോഴും ഫങ്ഷൻ ആണോ ഇല്ല എന്നുള്ളത് അതിൻ്റെ മുന്നിലൊരു ടെസ്റ്റ് സ്വിച്ച് ഉണ്ട്. ആ ടെസ്റ്റ് സ്വിച്ച് മന്ത്ലി ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് ഇത് ആക്റ്റീവ് ആണോ ഇല്ല എന്നുള്ളത് നോക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. നമ്മളത് ചെയ്യേണ്ടത് നമ്മളുടെ വീടിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഈ ഉപകരണം വർക്ക് ചെയ്യണോ ഇല്ലെന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നെക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉപകരണം ഡാമേജായി. അപ്പോൾ നമ്മളത് ഒന്നില്ലെങ്കിൽ പുതിയത് വെക്കുക, അല്ലെങ്കിൽ അത് സർവീസ് ചെയ്ത് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ആക്റ്റീവ് അല്ലാണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ലൈൻ കയറി വന്നിട്ട് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഡാമേജ് വരുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പഴയ വയറിങ്ങുകളിലൊന്നും ഈ RCCB ഫങ്ഷൻ ചെയ്യാണ്ടാവും. എപ്പോഴും ട്രിപ്പായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പലരും അത് മാറ്റിയിട്ട് ട്രിപ്പ് ആകാനുള്ള ഒരു MCB തന്നെ, അതായത് 4 പോൾ MCB ആണ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ന്യൂട്രൽ ലൈൻ മിസ്സായി കഴിഞ്ഞാൽ ലൈൻ നേരെ കയറിപ്പോവും. കാരണം ഇത് ട്രിപ്പാകാനുള്ള അവസരമൊന്നും ഇതിന് വരുന്നില്ല. കാരണം ഇത് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡ് പ്രൊട്ടക്ഷനും മാത്രമേ MCBയിലുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്തിടുക, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലി ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചറിയിക്കുക, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 3 ഫേസ് കണക്ഷനാണ്, ഞങ്ങൾക്ക് ന്യൂട്രലില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളും കേടായിപ്പോയി, എത്രയും വേഗം നമുക്കിതൊന്ന് ശരിയാക്കി തരാനായിട്ട് അവരോട് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുകയോ ചെയ്യുക. അപ്പോൾ നമുക്കത് ശരിയായി ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഈ ഓഫാക്കിയിട്ടിരിക്കുന്ന MCB അല്ലെങ്കിൽ LCB RCCB ഒക്കെ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലൈനിലെ കംപ്ലയിൻറ്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് അർത്ഥം. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.